Hi viewers, in this video we are going to explore on slab rate version 2 introduced by section 115 BAC. To understand the various impact of this section, we will first discuss what is the existing provisions and then we will compare it with the new one. Let's get started. Rate of tax, whether new or the old one, is required to compute income tax. And for that purpose, apart from the rates, of course, we also need another component called as total income. കാരണം റേറ്റ് ഓഫ് ടാക്സ് ഈ ടോട്ടൽ ഇൻകത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഇൻകം ടാക്സ് കിട്ടുന്നത്. So let's spare a minute to understand about total income. Now, total income is equal to gross total income minus chapter 6A deductions. അതിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് ദ അഗ്രിഗേറ്റ് ഓഫ് 5 heads of income, namely salary, house property, business or profession, capital gains and other sources. I know നമ്മൾ തുടങ്ങിയത് ന്യൂ സ്ലാബ് റേറ്റ് അണ്ടർ സെക്ഷൻ 115 BAC എന്ന് പറഞ്ഞിട്ടാണ്, പക്ഷെ എത്തിച്ചേർന്നിരിക്കുന്നത് ഹെഡ്സ് ഓഫ് ഇൻകത്തിലും. But to understand the impact of section 115 BAC, you should know all these details. So now let's focus on the smallest micron in all these calculation, which is heads of income. അതിലെ ഒരു എക്സാമ്പിൾ എടുക്കാം, സാലറി. അപ്പോൾ let's say ഒരു ഇൻഡിവിജ്വൽ ജോലിക്ക് പോകുന്നു, from which he is earning salary. അപ്പോൾ സാലറി എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് വിൽ ഹാവ് ഡിഫറെന്റ് കോമ്പോണൻസ് ലൈക്ക് ബേസിക് സാലറി, കൂടാതെ വേരിയസ് അലവൻസസ് ലൈക്ക് ഹൗസ് റെന്റ് അലവൻസ്, അല്ലെങ്കിൽ ഡിയർനെസ് അലവൻസ്, അല്ലെങ്കിൽ മെഡിക്കൽ അലവൻസ്, ഓവർ ടൈം അലവൻസ്, ഇങ്ങനെ ദ ലിസ്റ്റ് ഗോസ് ഓൺ. കൂടാതെ ഹി മേ ഓൾസോ എൻജോയ് സം നോൺ മോണിറ്ററി ഫെസിലിറ്റീസ് ലൈക്ക് താമസിക്കാൻ തന്നെ ഒരു വീട്, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു മോട്ടോർ കാർ, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ജോലിക്ക് സഹായത്തിനായിട്ട് ഒരു ഡൊമസ്റ്റിക് സർവന്റ് എംപ്ലോയറുടെ ചെലവില്, ഓർ ഇറ്റ് ക്യാൻ ബി മെഡിക്കൽ ഫെസിലിറ്റി എംപ്ലോയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലില്. സോ അങ്ങനെയുള്ള കുറെ ഫെസിലിറ്റീസ് എംപ്ലോയി എൻജോയ് ചെയ്യുന്നുണ്ടാകാം. ആൻഡ് ഇതെല്ലാം കഴിഞ്ഞിട്ട് എംപ്ലോയി റിട്ടയർ ആകുന്ന സമയത്ത് സർട്ടൺ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഓൾസോ വിൽ ബി ഗിവൺ, ലൈക്ക് ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ട്, ലീവ് എൻകാഷ്മെന്റ്. ഇനി എർലി റിട്ടയർമെന്റ് വോളണ്ടറി ആയിട്ട് എടുക്കുകയാണെങ്കിൽ VRS കോമ്പൻസേഷൻ, പെൻഷൻ, ഇങ്ങനെയുള്ള കുറെ ബെനിഫിറ്റ്സ് എംപ്ലോയി സാലറി എന്ന രീതിയിൽ കിട്ടുന്നുണ്ടാകാം. നൗ ഔട്ട് ഓഫ് ദിസ് വേരിയസ് കോമ്പോണൻസ്, ഇതെല്ലാം സാലറിയുടെ കോമ്പോണന്റുകളാണ്, പക്ഷെ ഔട്ട് ഓഫ് ദിസ് certain items ഗവൺമെന്റ് വിൽ ഡിക്ലെയർ ആസ് ടാക്സ് ഫ്രീ. ആ കോമ്പോണന്റില് ടാക്സ് ഒന്നും പേ ചെയ്യണ്ട, അതിനെയാണ് എക്സംപ്റ്റ് ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ഗവൺമെന്റ് അത് എങ്ങനെയാണ് അനൗൺസ് ചെയ്യുന്നത്? ത്രൂ ഇൻകം ടാക്സ് ആക്ട് ഇറ്റ് സെൽഫ്. വേരിയസ് സെക്ഷൻസ് ആർ ദർ ടു give the list of income which will not be taxable in the hands of taxpayer. For example, section 10, section 11, section 13A. These are the few examples of provisions which are covering exempt income. Of course, adile section 11 and 13A are specific. Public charitable അല്ലെങ്കിൽ religious trustinu വേണ്ടി മാത്രമാണ് section 11. And political party registered under People's Representation Act, അവർക്ക് കിട്ടുന്ന വരുമാനം എക്സംപ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സെക്ഷൻ 13A. എന്നാൽ for general public like you and me, the exemptions will be covered under section 10.
അപ്പോൾ കമ്മിങ് ബാക്ക് ടു അവർ സാലറി, ഒരുപാട് കോമ്പോണന്റ് ഓഫ് സാലറി എംപ്ലോയിക്ക് കിട്ടുന്നുണ്ട്. അതിലെ ചില കോമ്പോണന്റ്, ഫോർ എക്സാമ്പിൾ ഹൗസ് റെന്റ് അലവൻസ്, അല്ലെങ്കിൽ ലീവ് ട്രാവൽ കൺസെഷൻ, എംപ്ലോയി അയാളുടെ ഫാമിലി ആയിട്ട് വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പോകുന്നു, പക്ഷെ അതിൽ വരുന്ന കോസ്റ്റ് എടുക്കുന്നത് എംപ്ലോയർ ആണ്, അപ്പൊ അതും സാലറിയുടെ ഒരു കോമ്പോണന്റ് ആണ്. പക്ഷെ ഓൺ ഓൾ ദീസ് നോ നീഡ് ടു പേ എനി ടാക്സ്, അറ്റ്ലീസ്റ്റ് അപ് ടു എ സർട്ടൺ ലിമിറ്റ്. അതിനെയാണ് എക്സംപ്റ്റ് ഇൻകം എന്ന് പറയുന്നത്. സോ ഔട്ട് ഓഫ് ദ ടോട്ടൽ സാലറി കോമ്പോണന്റ്, എക്സംപ്റ്റ് എന്ന് സെക്ഷൻ 10 ഡിക്ലെയർ ചെയ്ത കോമ്പോണന്റുകൾ മാറ്റി നിർത്തുക, ബാക്കിയുള്ള ടാക്സബിൾ കോമ്പോണന്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ആൻഡ് ഫ്രം ദാറ്റ് ടാക്സബിൾ കോമ്പോണന്റ് ഓൾസോ deductions are allowed. Deductions are like expenses. നമുക്ക് ആ പർട്ടിക്കുലർ ഹെഡ് ഓഫ് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്പെൻസ് പോലെയാണ്. അത് നമുക്ക് ഈ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാം, ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. ബാക്കിയുള്ള ഫൈനൽ എമൗണ്ട് മാത്രം നമ്മൾ ആ ഹെഡിന്റെ ഇൻകം ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ മതി. സോ ഓരോ ഹെഡ് ഓഫ് ഇൻകത്തിലും എന്തൊക്കെ ഡിഡക്ഷൻസ് അവൈലബിൾ ആണെന്ന് അവിടെ പറയുന്നുണ്ട്, റെസ്പെക്റ്റീവ് ഹെഡ്. ഫോർ എക്സാമ്പിൾ സാലറി ആണെങ്കിൽ സെക്ഷൻ 16 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, പ്രൊഫഷണൽ ടാക്സ്, ഇതൊക്കെ നമുക്ക് ആ ടാക്സബിൾ കോമ്പോണന്റിൽ നിന്ന് കുറയ്ക്കാം. ബാക്കിയുള്ളത് മാത്രം നമ്മൾ സാലറി ആയിട്ട് ടാക്സബിൾ കോമ്പോണന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ മതി. നൗ റിപ്പീറ്റ് ദ സെയിം പ്രോസസ് ഫോർ other heads of income. അങ്ങനെ ഓരോ ഹെഡിലും നിങ്ങൾ ഇൻകം ഡിറ്റർമൈൻ ചെയ്യണം. And once you aggregate all these incomes, what you get is called as gross total income. അതിൽ നിന്നും ചാപ്റ്റർ 6A, the final stage, ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതും കൂടെ കുറയ്ക്കുമ്പോൾ ബാക്കി കിട്ടുന്നതാണ് നിങ്ങളുടെ ടോട്ടൽ ഇൻകം. സോ ഈ ചാപ്റ്റർ 6A ഈസ് നത്തിങ് ബട്ട് ടു എൻകറേജ് ദ ഇൻവെസ്റ്റ്മെന്റ് ഹാബിറ്റ്. നിങ്ങൾക്ക് കിട്ടിയ ആ ഇൻകം അതെന്തിനു വേണ്ടി ചെലവാക്കുന്നു, അതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ചാപ്റ്റർ 6A ഡിഡക്ഷൻ എടുക്കാം. ഫോർ എക്സാമ്പിൾ LIC പ്രീമിയം, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം, പ്രൊവിഡന്റ് ഫണ്ട്, സുകന്യ സമൃദ്ധി സ്കീം, നാഷണൽ പെൻഷൻ സ്കീം, ഇങ്ങനെയുള്ള കുറെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. അല്ലെങ്കിൽ കുറച്ച് ചാരിറ്റി ചെയ്യുക, ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട്, നാഷണൽ ലെവലിലാണെങ്കിൽ പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട്, ഇങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്താൽ all those can be claimed as chapter 6A deductions ranging from 80C to 80U. ബാക്കി വരുന്ന ടോട്ടൽ ഇൻകം ആണ് നമ്മൾ റേറ്റ് ഓഫ് ടാക്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. ട്രഡീഷണലി ടോട്ടൽ ഇൻകം കിട്ടിയ സ്ഥിതിക്ക് ഇൻകം ടാക്സിന്റെ റേറ്റ് അതിൽ അപ്ലൈ ചെയ്യുക, ഇൻകം ടാക്സ് കിട്ടും. പക്ഷേ ഇറ്റ്സ് നോട്ട് ആസ് ഈസി ആസ് ഇറ്റ് സൗണ്ട്സ്. കാരണം ഫ്രം അസസ്മെന്റ് ഇയർ 21-22 ഓൺവേർഡ്സ്, ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF ആണെങ്കിൽ യു വിൽ ഹാവ് ദ ഡിലിമ. എന്താണത്? പഴയ ആനുവൽ ഫിനാൻസ് ആക്ട് ട്രഡീഷണൽ മെത്തേഡിലുള്ള റേറ്റ് ഓഫ് ടാക്സ് വേണോ, അതോ ഇൻകം ടാക്സ് ആക്ടിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സെക്ഷൻ 115 BAC അനുസരിച്ചുള്ള സ്ലാബ് റേറ്റ് എടുക്കണോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വലിയ ചോദ്യചിഹ്നം. So how to decide between these two slab rates? അതിന്റെ ഉത്തരമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. by using all exemptions, all deductions, chapter 6A, ഇതെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ടോട്ടൽ ഇൻകം ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ then you have to only apply the slab rate given under Annual Finance Act. കാരണം പുതിയ സ്ലാബ് റേറ്റ് വേർഷൻ 2 എന്ന് പറയുന്ന പുതിയ സ്ലാബ് റേറ്റ് given under section 115 BAC, അത് യൂസ് ചെയ്യണമെങ്കിൽ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുമ്പോൾ
നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറെ എക്സംഷൻസ് നമ്മൾ എടുക്കാതിരിക്കണം, സറണ്ടർ ചെയ്യണം. വി ഷുഡ് നോട്ട് യൂസ് ദോസ് എക്സംഷൻസ്. എല്ലാമല്ല, പക്ഷേ 115 BAC ക്ലോസ് 2 പറഞ്ഞിരിക്കുന്ന കുറെ എക്സംഷൻസും കുറെ ഡിഡക്ഷൻസും ഫോർ കമ്പ്യൂട്ടിംഗ് ഈച്ച് ഹെഡ് ഓഫ് ഇൻകം, കൂടാതെ ചാപ്റ്റർ 6A 80C മുതൽ 80U വരെ ഉണ്ടെങ്കിലും രണ്ട് ചാപ്റ്റർ 6A എടുക്കാൻ പറ്റുള്ളൂ. നാഷണൽ പെൻഷൻ സ്കീം, അതിലെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള 80CCD2 ആൻഡ് നമ്മുടെ ന്യൂ എംപ്ലോയ്മെന്റ്, അതിനുവേണ്ടി 80JJAA എന്ന് പറയുന്ന ഡിഡക്ഷൻ ഉണ്ട് ബിസിനസ് നടത്തുന്നവർക്ക്. അങ്ങനെ ആ 2 ഡിഡക്ഷൻസ് ഒഴികെ ബാക്കി ഒരു ഡിഡക്ഷനും ചാപ്റ്റർ 6A നിങ്ങൾ എടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള ടോട്ടൽ ഇൻകം ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെക്ഷൻ 115 BAC അനുസരിച്ചുള്ള പുതിയ സ്ലാബ് റേറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ടു കമ്പയർ, നമ്മുടെ ട്രഡീഷണൽ സ്ലാബ് റേറ്റ്സ് ആർ പ്രൈമ ഫേസി സ്ലൈറ്റ്ലി മോർ ഡിസഡ്വാൻറ്റേജിയസ്. പക്ഷേ ദ മോർ exemptions and deductions whatever you have under income tax, അത് നിങ്ങൾക്ക് മുഴുവനും എടുക്കാം if you are applying annual finance act slab rate. On the other hand, നിങ്ങൾക്ക് more beneficial slab rate എന്ന് തോന്നുന്ന 115 BAC എടുക്കണമെങ്കിൽ കുറെ എക്സംഷൻസും കുറെ ഡിഡക്ഷൻസും, ഇൻക്ലൂഡിംഗ് ദ ഡിഡക്ഷൻസ് വിച്ച് ആർ കവേർഡ് അണ്ടർ ചാപ്റ്റർ 6A, അതൊക്കെ നിങ്ങൾ സറണ്ടർ അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, എടുക്കാൻ പറ്റില്ല. എല്ലാം എക്സംഷൻസും എല്ലാം ഡിഡക്ഷൻസും സാക്രിഫൈസ് ചെയ്യണോ? വേണ്ട. സെക്ഷൻ 115 BAC ക്ലോസ് 2 അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എക്സംഷൻസും ഡിഡക്ഷൻസുമാണ് നിങ്ങൾ ഫോർഗോ ചെയ്യേണ്ടത്. എന്തൊക്കെയാണത്? ഐ ലീവ് ദാറ്റ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഫോർ യുവർ റെഫറൻസ്. Now traditionally we get the slab rates from Annual Finance Act. പക്ഷേ slab rate version number 2 is covered under Income Tax Act itself under section 115 BAC. So let's check out the slab rates given under section 115 BAC. So the slab rate concept itself is your total income, whatsoever it may be, will be divided into different slab, and each slab will have its own respective rate. അപ്പോൾ 115 BAC അത് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. So you may have 7 different slabs under the new version. അതിലെ ഫസ്റ്റ് സ്ലാബ് ആണ് if the total income is up to 2.5 lakhs, and for that slab you need not pay any amount of tax. അതുകൊണ്ട് basic exemption limit shall be up to 2.5 lakhs for the new version. The sad part is our senior or super senior citizens who enjoy a enhanced basic exemption limit under the traditional case won't get that benefit anymore under 115 BAC. The second slab, however, is between total income exceeding 2.5 up to 5 lakhs, and the rate of tax are similar to the existing one, which is at 5%. So actually the beneficial slabs under 115 BAC will start from the third slab, which is between total income exceeding 5 lakh up to 7.5 lakhs, and the rates are only 10%. ഈ particular slab between 5 lakhs and 7.5, the rate of tax to be paid is at 10%, whereas the traditional one would be at 20%. And fourth slab is where the total income exceeds 7.5 up to 10 lakh. And ആ സ്ലാബിന്റെ റേറ്റ് 15% ആയിരിക്കും, which is again more beneficial compared to the traditional one. അവിടെയും അത് 20% ആയിരിക്കും, whereas here it is only 15%. The fifth slab, whereas starts from total income exceeding 10 lakh
up to 12.5. And again, it's more beneficial compared to the existing one, which is at 30%. And the sixth slab is between total income exceeding 12.5 up to 15 lakhs. And more beneficial slab rate it is again compared to the 30 in the traditional one. Here it is only 25. But the moment your total income exceeds 15 lakh, the slab rate under the new and the old will merge. 30% ആയിരിക്കും. However, the catch here is the total income will not be the same. നിങ്ങളുടെ ആനുവൽ ഫിനാൻസ് ആക്ട് അനുസരിച്ചുള്ള സ്ലാബ് റേറ്റ് ആണെങ്കിൽ യു ക്യാൻ യൂസ് ഓൾ ദ എക്സംഷൻസ്, ഓൾ ദ ഡിഡക്ഷൻസ് ഇൻക്ലൂഡിംഗ് ചാപ്റ്റർ 6A. whereas if you are using 115 BAC, clause 2 പറഞ്ഞിരിക്കുന്ന എക്സംഷൻസും ഡിഡക്ഷൻസും shall be foregone. Just a reminder. So to conclude this video and help you decide which option is better suitable for you, the perfect answer would be apply the respective provisions, calculate the tax under each of the method, and check which tax is less among them, and accordingly choose the option better for you. And other decide cheyan vendi, the parameters which can help you is, if you are a person who is into investment covered under chapter 6A, for example LIC അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ, PF, ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഈ വർഷം തുടങ്ങുന്നതായിരിക്കില്ല. ഓൾറെഡി പാസ്റ്റ് കുറേ വർഷങ്ങളായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വരുന്നവരാണെങ്കിൽ യു വിൽ ഹാവ് ലോട്ട്സ് ഓഫ് ഡിഡക്ഷൻ അണ്ടർ ചാപ്റ്റർ 6A. ഇപ്പോൾ പുതിയ സെക്ഷൻ വന്നു എന്ന് വിചാരിച്ച് അത് നിങ്ങൾക്ക് നിർത്താൻ പറ്റില്ല. ഓർ നിങ്ങൾക്ക് ബിസിനസ് ഇൻകം ഒക്കെ ഉണ്ട്, ആൻഡ് ആ ബിസിനസ് ഇൻകമിലാണ് ഏറ്റവും കൂടുതൽ ഡിഡക്ഷൻസ് വിച്ച് ആർ ടു ബി ഫോർഗോൺ ഇഫ് യു വാണ്ട് ദ ന്യൂ സെക്ഷൻ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓൾറെഡി എൻജോയ് ചെയ്ത് വരുന്നവരാണ്. ഈ വർഷം അത് വേണ്ടാന്ന് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെങ്കിൽ സ്റ്റിക്ക് വിത്ത് ദ ഓൾഡ് വൺ. എന്നാൽ നിങ്ങൾ ഒരു പുതിയ വർഷത്തിൽ നിങ്ങൾ ഏൺ ചെയ്യാൻ പോകുന്ന ഇൻകവും പുതിയതാണ്. നിങ്ങൾ ഇതുവരെ ഇൻവെസ്റ്റ്മെന്റ് ആ ചാപ്റ്റർ 6A നടത്തി തുടങ്ങിയിട്ടില്ല, LIC ഒന്നും എടുത്തിട്ടില്ല. ഈ വർഷമാണ് നിങ്ങൾ പുതിയതായിട്ട് ഇൻകം ഏൺ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ആൻഡ് യു ഡോണ്ട് വാണ്ട് ടു ഇൻവെസ്റ്റ് മച്ച്, then maybe the new section 115 BAC will be beneficial. And second factor that you should consider is, നിങ്ങൾ പഴയ ആനുവൽ ഫിനാൻസ് ആക്ട് അനുസരിച്ചുള്ള സ്ലാബ് റേറ്റ് എടുത്താൽ ഫ്രം 5 lakh to 15 lakhs നിങ്ങൾക്ക് ടാക്സ് റേറ്റ് കുറച്ച് ഡിസഡ്വാൻറ്റേജിയസ് ആയിരിക്കും. എന്നാൽ പുതിയ സ്ലാബ് റേറ്റിൽ ടോട്ടൽ ഇൻകം ഇച്ചിരി കൂടുതലായിരിക്കുമെങ്കിലും, കാരണം എക്സംഷൻസും ഡിഡക്ഷൻസും നിങ്ങൾക്ക് നോർമലി കിട്ടാൻ പോകുന്നതൊന്നും മുഴുവനുമായിട്ടും ഇവിടെ കിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ടോട്ടൽ ഇൻകം വിൽ ബി അറ്റ് ഹയർ എൻഡ്. പക്ഷെ ദാറ്റ് ടോട്ടൽ ഇൻകം ഇഫ് ഇറ്റ് ഈസ് ഫോളിംഗ് ബിറ്റ്വീൻ 5 and 15 lakhs, 5ന്റെയും 15 lakhsന്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ ടോട്ടൽ ഇൻകം ആസ് പെർ 115 BAC വരുന്നതെങ്കിൽ ഒരു പക്ഷേ the new slab rate might help you to reduce your tax liability. Hope you had a great understanding about this new section. Happy learning.